നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാന ഭാഗമാണല്ലേ നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരു ചെറിയ പനി വന്ന് അല്ലെങ്കിൽ ചെറിയൊരു ജലദോഷം വന്ന് നമ്മൾ കഴിക്കുന്ന ഈ ടാബ്ലറ്റുകൾ നമ്മുടെ ശരീരത്തിന് അലർജി ആകുമെന്ന്? പക്ഷെ ഈ അലർജികളിൽ ഏറ്റവും ഗുരുതരമായ ഒരു അലർജിയാണ് SJS അല്ലെങ്കിൽ TEN അലർജികൾ എന്ന് പറയുന്നത്. ഇന്നത്തെ ടൈംസിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നതും ഈ അലർജികളെ പറ്റിയിട്ടാണ്. അപ്പം ഇന്ന് ടൈംസിൽ എന്നോടൊപ്പം ഈ ഒരു അലർജികളെ പറ്റി സംസാരിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് നമ്മളോടൊപ്പം ഉള്ളത് കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിൽ ഡെർമറ്റോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഡോക്ടർ സ്വപ്ന മാം ആണ്. ഹായ് മാം, വെൽക്കം ടു ദ ഷോ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ SJS അല്ലെങ്കിൽ TEN അലർജികളെ പറ്റിയിട്ട്. ശരിക്കും ഇത് എന്താണ് മാം? ശരിക്കും ഈ രണ്ട് അലർജികൾ എന്താണ്? ശരിക്കും ഇതൊരു മെഡിസിന്റെ റിയാക്ഷൻ തന്നെയാണോ, അല്ലെങ്കിൽ ഇത് എപ്പോഴാണ് ഈ ഒരു അലർജി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്? സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം, ടോക്സിക് എപ്പിഡെർമൽ നെക്രോലിസിസ് എന്നീ രണ്ട് അവസ്ഥകളുടെ ചുരുക്ക പേരാണ് നമ്മൾ SJS TEN എന്ന് പറയുന്നത്. അതായത് ചില മരുന്നുകളുടെ റിയാക്ഷൻ മൂലം വരുന്ന ശരീരത്തിൽ വരുന്ന വളരെ ഗുരുതരമായ അവസ്ഥകളെയാണ് ഈ SJS TEN എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇത് സാധാരണയായി കണ്ടുവരുന്ന ഒരു അലർജിയല്ല, ചിലപ്പോൾ ജീവന് തന്നെ ഭീഷണി ഉണ്ടാക്കാവുന്ന ഒരു അവസ്ഥയാണ്. ചർമ്മത്തെയാണ് ഇത് പ്രധാനമായും ബാധിക്കുന്നത്. എന്നാൽ ചർമ്മത്തെ മാത്രമല്ല, നമ്മുടെ വായ, ചുണ്ട്, തൊണ്ട, ജനനേന്ദ്രിയം, പിന്നെ കണ്ണുകൾ എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ ചർമ്മത്തെയും ഇത് ബാധിക്കാം. അപ്പോൾ ചർമ്മത്തിലാണെങ്കിൽ ചെറിയ ചുവന്ന പൊട്ടുകളായി തുടങ്ങി പിന്നീട് ശരീരം മുഴുവൻ തൊലിയിളകി പോകുന്ന രീതിയിലുള്ള, വ്യാപകമായി തൊലിയിളകി പോകുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് ഇത് മാറാം. അതുകൊണ്ട് തന്നെ അണുബാധകൾ വരാനും രോഗം ഗുരുതരമാകാനും പിന്നെ മറ്റ് അവയവങ്ങളെ ബാധിക്കാനും ഒക്കെ കാരണമാകും. അപ്പോൾ നമ്മുടെ ശരീര വിസ്തീർണത്തിൻ്റെ ഒരു 10% താഴെയാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നതെങ്കിൽ അതിനെ SJS എന്നും, ഒരു 30% മുകളിൽ ശരീരത്തിൻ്റെ ചർമ്മത്തെ ബാധിക്കുകയാണെങ്കിൽ അതിനെ TN എന്നും നമുക്ക് വിശേഷിപ്പിക്കാം. മാം, ഇപ്പം ഇതിന്റെ സിവിയർ കണ്ടീഷൻ ആണല്ലോ TN അലർജി എന്ന് പറയുന്നത്. ശരിക്കും ഇത് സാധാരണ നമുക്ക് നോർമൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു അലർജി പോലത്തെ ഒരു നോർമൽ അലർജിയാണോ ഈ അലർജി? ഇതത്ര സാധാരണയായി കണ്ടുവരുന്ന ഒരു അലർജിയല്ല. അതുകൊണ്ട് തന്നെ ആളുകളിൽ ഇതിനെ പറ്റിയുള്ള ഒരു അറിവും അവബോധവും ഒക്കെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു അവസ്ഥ വരുമ്പോൾ മരുന്ന് മാറിപ്പോയതാണോ, ഡോസ് കൂടിയതാണോ, വല്ല ചികിത്സാ പിഴവാണോ എന്നിങ്ങനെയുള്ള തെറ്റിദ്ധാരണകളും ആശങ്കകളും ആളുകളിൽ വരാം. അപ്പോൾ ഇത് വളരെ അപൂർവമാണ്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ ഒരു 10 ലക്ഷം പേരെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ 6-7 പേർക്ക് മാത്രമാണ് SJS വരാൻ ചാൻസ് ഉള്ളത്. അതേപോലെ TN ആണെങ്കിൽ 1-2 പേർക്ക് മാത്രമാണ് ഒരു 10 ലക്ഷം പേരെടുത്താൽ ഒരു വർഷത്തിൽ വരാനുള്ള സാധ്യതയുള്ളത്. അത്രയ്ക്ക് അപൂർവമാണ് ഈ ഒരു അവസ്ഥ. ശരിക്കും എന്തുകൊണ്ടായിരിക്കും മാം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ കൂടുതലായിട്ട് ഈ അലർജികൾ വരാനുള്ള സാധ്യത? എന്തായിരിക്കും ഇതിന്റെ ഒരു സോഴ്സ്? ഓക്കെ, ഇത് ചില മരുന്നുകളിലോടുള്ള റിയാക്ഷൻ മൂലമാണ് ഇത്തരത്തിലൊരു പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഈ മരുന്നുകൾ കഴിക്കുന്ന എല്ലാവരിലും ഈ ഒരു പ്രശ്നം ഉണ്ടാവണമെന്നില്ല. ചില വ്യക്തികൾക്ക് ചില മരുന്നുകളോട് റിയാക്ഷൻ വരാൻ ജനിതകമായ ചില ഘടകങ്ങൾ ഉണ്ടാവാം. ചില പോപ്പുലേഷൻസിൽ, ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ പോപ്പുലേഷനിലൊക്കെ ഇത്തരം അലർജികൾ വരാനുള്ള സാധ്യതയും കുറച്ച് കൂടുതലായിരിക്കും. ഇതുകൂടാതെ ചില റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. HIV ഇൻഫെക്ഷൻ, SLE പോലെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളുകൾ, പിന്നെ ചില വൃക്ക രോഗങ്ങളുള്ളവർ, അവർക്കൊക്കെ ഈ ഒരു അലർജി വരാനുള്ള ചാൻസസ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഈ ഒരു പ്രയാസം വരാനായിട്ടുള്ളത്. നമ്മൾ വിചാരിക്കുന്ന പോലെ മരുന്നുകൾ മാത്രമായിരിക്കണം എന്നില്ല ഈ ഒരു SJS TN വരാനുള്ള കാരണം. ചില അണുബാധകൾ വരുമ്പോഴും, അതായത് നമ്മുടെ ഡെങ്കിപ്പനി, ഹെർപ്പസ് സിംപ്ലെക്സ് ഇൻഫെക്ഷൻ, മൈക്കോപ്ലാസ്മ ന്യൂമോണിയ പോലെയുള്ള ചില അണുബാധകൾ, അതും SJS TN എന്ന അവസ്ഥ വരാൻ കാരണമാവാറുണ്ട്. അതുപോലെ തന്നെ മാം, നമുക്കിപ്പം സാധാരണ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അലർജികൾ പോലെ തന്നെയാണോ ഈ ഒരു അലർജിയുടെയും ലക്ഷണങ്ങൾ നമ്മുടെ ശരീരം കാണിച്ചു തുടങ്ങുന്നത്? അപ്പോൾ ചിലർക്കത് പനിയായിട്ട് തുടങ്ങാം. പനിയോടൊപ്പം തന്നെ ചെറിയ ചുമന്ന പാടുകൾ ശരീരത്തിൽ വരാം. വെള്ളം നിറഞ്ഞ് ചില പതിഞ്ഞ കുമിളകളായിട്ടും വരാം. എന്നിങ്ങനെ തുടങ്ങി നമ്മളിപ്പോൾ ശരീരത്തിൽ തൊട്ട് കഴിഞ്ഞാൽ തൊലി വ്യാപകമായി ഇളകിപ്പോകുന്ന രീതിയിലേക്കുള്ള അവസ്ഥയിലേക്ക് മാറാം. ഇതൊക്കെയാണ് ഈ അസുഖത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇത് തൊലിപ്പുറമേ വരുന്ന ലക്ഷണങ്ങളാണ്. ഇതുകൂടാതെ കണ്ണിൽ ചുവപ്പ്, പഴുപ്പ്, അതുപോലെ വായിലെ തൊലി ഇളകിപ്പോകൽ, ജനനേന്ദ്രിയം മൂത്രമൊഴിക്കുന്ന ഭാഗത്തിൽ നിന്നുള്ള തൊലി ഇളകിപ്പോകൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങളും വരാം. ഇങ്ങനെ വ്യാപകമായി തൊലി ഇളകി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അണുബാധകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബാരിയറാണ് അണുബാധകൾ വരാതിരിക്കാനായിട്ടുള്ളത്. അപ്പോൾ തൊലി ഇളകി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അണുബാധ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അണുബാധ പിന്നീട് മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനത്തെയും ബാധിക്കാൻ തുടങ്ങും. പിന്നെ നമ്മുടെ ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് തകരാറിലാവാം. ശരീരോഷ്മാവ് നിയന്ത്രിക്കുക എന്നുള്ള തൊലിയുടെ ആ ഫങ്ഷൻ പോകുമ്പോൾ അതും പ്രശ്നത്തിലാവാം. അങ്ങനെ രോഗി വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകാം.
ഏതൊരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് മാം നമ്മൾ ശരിക്കും ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത്? പുതിയ മരുന്ന് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിനുണ്ട് അകം തന്നെ പനി വരികയോ ദേഹത്ത് വേദനയോടുകൂടിയോ അല്ലാത്തതായ റാഷസ് വരിക, വായിൽ നിന്നോ ചുണ്ടിൽ നിന്നോ ഒക്കെ തൊലി ഇളകി പോകുന്ന അവസ്ഥകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഡോക്ടറെ സമീപിച്ച് വേണ്ട ചികിത്സ തേടേണ്ടതാണ്. മാം, നമുക്ക് ഈ ഒരു അലർജി ഹോസ്പിറ്റലിൽ പോകാതെ വീട്ടിൽ തന്നെ നമുക്കിത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു അലർജിയാണോ? പാടില്ല. അത് ഒരിക്കലും നമ്മൾ വീട്ടിൽ ചികിത്സിക്കാൻ പാടുള്ള ഒരു കാര്യമല്ല. കാരണം ഇത് വളരെ ഗുരുതരമായ അവസ്ഥയിൽ എത്താവുന്ന ഒരു രോഗമാണ്. അതുകൊണ്ട് ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ ആശുപത്രിയിൽ ചെന്ന് ചികിത്സ തേടേണ്ടതാണ്. പിന്നെ മാത്രമല്ല, രോഗം ഗുരുതരമാവുകയാണെങ്കിൽ ചിലപ്പോൾ ICU അഡ്മിഷനോ ബേൺസ് കെയർ യൂണിറ്റിലുള്ള ട്രീറ്റ്മെൻറ്റോ നമുക്ക് ആവശ്യമായി വരാം. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ വീട്ടിൽ വെച്ച് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. ഇപ്പം ചിക്കൻ ബോക്സ് സമ്മർ ആയതുകൊണ്ട് നമുക്ക് ചിക്കൻ ബോക്സ് വന്നാൽ അത് പകരുമല്ലോ. അപ്പം അതുപോലെ ഇതും ഒരു പകരുന്ന പകർച്ചവ്യാധി പോലത്തെ ഒരു അലർജി ആണോ? അല്ല, അലർജികൾ ഒരിക്കലും പകരാറില്ല. അതുപോലെ തന്നെ ഡ്രഗ് റിയാക്ഷൻസ്, ഇതുപോലെയുള്ള റിയാക്ഷൻസും ഒരിക്കലും പകരില്ല. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരില്ല. വളരെ ഗുരുതരമായ ഒരു അവസ്ഥയാണെങ്കിലും ഒരിക്കലും അത് പകരുന്ന ഒരു കാര്യമല്ല. മാത്രമല്ല, നമ്മളിപ്പോൾ ഈ SGSTN ബാധിച്ച ആളുടെ കെയർ ടേക്കേഴ്സ് വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. അവരിൽ നിന്ന് രോഗിയിലേക്ക് അണുബാധകൾ പകരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം കെയർ എടുക്കേണ്ടതായിട്ടുണ്ട്. മാം, ഇപ്പം ഈ ഒരു അലർജി നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി നമുക്ക് ഭേദമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അലർജിയാണോ അത്? അപ്പോൾ SGSTN മരുന്നുകളുടെ റിയാക്ഷൻ മൂലമാണല്ലോ ഏറ്റവും കോമൺ ആയി വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സംശയമുള്ള മരുന്ന് ഉടനടി നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കണം. പിന്നെ ആശുപത്രിയിൽ വേണ്ട രക്തപരിശോധനകളൊക്കെ ചെയ്ത് നമ്മുടെ ഫ്ലൂയിഡ് ഇംബാലൻസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. അണുബാധകൾ ഉണ്ടെങ്കിൽ അത് ചികിത്സിക്കണം. രോഗം ഗുരുതരമാവുകയാണെങ്കിൽ ICU അഡ്മിഷനോ ബേൺസ് കെയർ യൂണിറ്റിൽ അഡ്മിഷനോ ചെയ്ത് ആവശ്യമായ ചികിത്സകൾ അവിടെ നിന്ന് തുടങ്ങുന്നതായിരിക്കും. ചികിത്സ നേരത്തെ തന്നെ തുടങ്ങിയാൽ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് മരുന്നുകളുള്ള റിയാക്ഷൻ. അത് എത്രയും നേരത്തെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു അത്രയും നല്ല റിസൾട്ട്സ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ചികിത്സ തുടങ്ങാൻ വൈകും തോറും കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ചികിത്സിച്ച് ഭേദമാക്കിയാൽ തന്നെ ചില ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ രോഗിക്ക് വരാം. അതായത് തൊലിയിൽ നിറവ്യത്യാസങ്ങൾ, നമുക്ക് കാഴ്ചയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ചില പ്രയാസങ്ങൾ, ഇതൊക്കെ ലോങ് സ്റ്റാൻഡിങ് പ്രോബ്ലംസ് ആയിട്ട് വരാം. അതുകൊണ്ട് നേരത്തെ തന്നെ ചികിത്സ തേടേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ഒരു SJS/TN അലർജി വരാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഏറ്റവും പ്രധാനം നമ്മൾ അസുഖം വന്നാൽ സ്വയം ചികിത്സ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നേരത്തെ നമുക്ക് എന്തെങ്കിലും അലർജി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആശുപത്രിയിൽ നമ്മൾ എന്തെങ്കിലും ചികിത്സയ്ക്കായി ചെല്ലുമ്പോൾ അത് ഡോക്ടറോട് നേരത്തെ ഇൻഫോം ചെയ്യണം. അതുവഴി നമുക്ക് വീണ്ടും അതേ മരുന്നുകൾ കഴിച്ച് അലർജി വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാൻ പറ്റും. വേണ്ട ചികിത്സകൾ നേരത്തെ തന്നെ തുടങ്ങുകയും വേണം. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, മരുന്നിനോടുള്ള അലർജി എന്നത് ഒരു മരുന്നിൻ്റെ ഡോസ് കൂടി പോകുന്നതുകൊണ്ടോ മരുന്ന് മാറിപ്പോകുന്നതുകൊണ്ടോ വരുന്നൊരു കാര്യമല്ല. മറിച്ച് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശ്രേണിയിലുള്ള ചില കോശങ്ങൾ അത് മരുന്നുമായിട്ട് പ്രതിപ്രവർത്തനം വരുമ്പോൾ ചില പ്രോട്ടീനുകൾ റിലീസ് ചെയ്ത് ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് മിക്കവാറും മരുന്നുകളുടെ അലർജിയല്ല. അതുകൊണ്ട് ഇത്തരം അലർജികളെ പറ്റി നമുക്കൊരു അറിവും അവബോധവും ഉണ്ടായാൽ നേരത്തെ തന്നെ ലക്ഷണങ്ങൾ കണ്ടെത്തി ചികിത്സിച്ച് പൂർണ്ണമായും നമുക്ക് ഭേദമാക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയാണ് അലർജിക് റിയാക്ഷൻസ്. മെഡിസിൻ മൂലം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന SJS/TN അലർജികൾ അത് എത്രമാത്രം നമ്മുടെ ശരീരത്തെ അപകടകരമാക്കുന്നുണ്ടെന്നും അതെങ്ങനെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് സ്വപ്ന മാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. എന്തായാലും മാമിൻ്റെ ഒരു ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആക്കും. താങ്ക് യു സോ മച്ച് മാം.